തന്നെ കൊണ്ട് അതിനാവില്ല, തനിക്കത് ചെയ്യാൻ കഴിയില്ല, പറ്റില്ല എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ സെക്കൻഡ് കീമോ കഴിഞ്ഞ് വെയിനൊക്കെ കരിഞ്ഞ് ശരീരം മുഴുവനും ഇങ്ങനെ അസ്ഥി നുറുങ്ങുന്ന വേദനയിലായിരുന്ന സമയത്ത് മനസ്സ് പതിയെ ഇങ്ങനെ ഡിപ്രഷനിലോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിന് എന്താ തോന്നും പോലെ വിടാതെ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിൽ കടന്നുകൂടിയ ഒരു മോഹം വീണ്ടും ആലോചിച്ചത്. എന്താണെന്നല്ലേ? കുതിരസവാരി. കുതിരസവാരിയെക്കുറിച്ച് മനസ്സിലിങ്ങനെ ആലോചിച്ചതും എൻ്റെ ശരീരം പറഞ്ഞു, അതിമോഹമാണ് മോളെ, അതിമോഹമാണ്. ഇല്ല റൂബിൻ, തനിക്കതിനാവില്ല. തൻ്റെ ശരീരത്തിൽ വേദനയില്ലാത്ത ഒരു ഭാഗം പോലും ഇല്ല. ഈ കുതിരസവാരി കഴിയുമ്പോഴത്തേക്കും തന്നെ ഓടിച്ചു മടങ്ങി ഒരു മുക്കിൽ വെക്കേണ്ടി വരും. പക്ഷേ ശരീരത്തിനേക്കാൾ ശക്തനായ മനസ്സെന്നോട് പറഞ്ഞു, റൂബിൻ ചാടി കയറിക്കോളൂ എന്ന്. അന്ന് കടിഞ്ഞാണില്ലാതെ പാഞ്ഞത് കുതിരയായിരുന്നില്ല കേട്ടോ, എൻ്റെ മനസ്സായിരുന്നു. ആ ഒരു ചെറിയ കുതിരസവാരി കഴിഞ്ഞ് കുതിരയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഏതോ ഒരു വലിയ യുദ്ധം ജയിച്ച ഒരു പോരാളിയുടെ ഭാവമായിരുന്നു എനിക്ക്. തന്നെ കൊണ്ട് അതൊന്നും ആവില്ല, തനിക്കത് ചെയ്യാൻ കഴിയില്ല, പറ്റില്ല എന്നാരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ ആ സമയത്ത് അയാളോട് പ്രതികരിക്കാനൊന്നും പോകണമെന്നില്ല കേട്ടോ. പക്ഷെ മനസ്സിൽ കുറിക്കുക, ഞാൻ ആരാണ്, എന്താണ് എന്ന് തീരുമാനിക്കുന്നത് അയാളല്ല, ഞാനാണ്. എന്നിട്ട് അതത് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിന് രണ്ട് വശം ഉണ്ടാവും അല്ലേ? ഒന്നുകിൽ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാം. ജയിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് സന്തോഷമാണ്. ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച കാര്യം ചെയ്യാൻ സാധിച്ചു എന്നതിലെ സന്തോഷം. ഇനി തോറ്റാലും നമുക്ക് നഷ്ടമൊന്നുമില്ലെന്നേ. ശ്രമിക്കാതിരിക്കുന്ന വിഡിത്തത്തേക്കാൾ വലുതാണ് നമുക്ക് തോൽവിയിൽ നിന്ന് കിട്ടുന്ന പാഠവും എക്സ്പീരിയൻസും. അതുകൊണ്ട് ഈ പുതിയ വർഷം പേടിച്ച് പിന്തിരിഞ്ഞോടാനല്ല, പരിശ്രമിച്ച് മുന്നേറാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരുന്നു സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ ഹാപ്പി ന്യൂ ഇയർ.